ഗാസയിൽ ഇസ്രായേൽ സൈന്യം ആക്രമണങ്ങളുടെ തീവ്രത വർദ്ധിപ്പിച്ചതോടെ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ അഭ്യർത്ഥനകൾ അവഗണിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ഘട്ടത്തിലേക്ക് പശ്ചിമേഷ്യൻ സംഘർഷം കടന്നിരിക്കുന്നു. ഗാസ നഗരത്തെ നശിപ്പിക്കുമെന്ന ഇസ്രായേലിന്റെ പ്രഖ്യാപനം ലോകരാജ്യങ്ങൾക്കിടയിൽ വ്യാപകമായ വിമർശനങ്ങൾക്കും ആശങ്കകൾക്കും വഴിവെച്ചിട്ടുണ്ട്. ഗാസയിലെ മാനുഷിക ദുരന്തം കൂടുതൽ രൂക്ഷമാകുന്ന ഈ സാഹചര്യത്തിൽ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് സൈനിക നടപടികൾ നിർണായകമായ ഘട്ടത്തിലേക്ക് കടന്നതായി എക്സ് പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചു. ഗാസയിൽ നിന്നും 7.5 ലക്ഷത്തിലധികം ആളുകൾ തെക്കൻ പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തെന്നും വ്യോമ കരമേഖലകളിൽ ഇസ്രായേൽ സൈന്യം ശക്തമായ വിന്യാസം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും കാറ്റ്സ് വ്യക്തമാക്കി. ഹമാസിനെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ എല്ലാ യുദ്ധലക്ഷ്യങ്ങളും കൈവരിക്കുന്നതുവരെ ഇസ്രായേൽ പിന്മാറില്ലെന്നും സൈന്യത്തിന്റെ ഉത്തരവുകൾ അനുസരിച്ചില്ലെങ്കിൽ ഗാസയെ നശിപ്പിച്ച ഹമാസിനെ ഉന്മൂലനം ചെയ്യുമെന്നും ഭീഷണി മുഴക്കി. ഇത് വെടിനിർത്തലിനായി ലോകരാജ്യങ്ങൾ നടത്തുന്ന നയതന്ത്ര ശ്രമങ്ങൾക്ക് ഒരു തിരിച്ചടിയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഇസ്രായേൽ ആക്രമണത്തിന്റെ തീവ്രത വർദ്ധിച്ചതോടെ ഗാസയിലെ സാധാരണക്കാരുടെ ജീവൻ അപകടത്തിലായിരിക്കുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മാത്രം ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 79 പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഗാസ നഗരത്തിലാണ് ഏറ്റവും അധികം മരണങ്ങൾ സംഭവിച്ചതും. അന്താരാഷ്ട്ര തലത്തിൽ വെടിനിർത്തലിനുള്ള സമ്മർദ്ദം ശക്തമാണെങ്കിലും ലക്ഷക്കണക്കിന് പലസ്തീനികൾ തിങ്ങിപ്പാർക്കുന്ന ഗാസ സിറ്റിയുടെ നിയന്ത്രണം പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് ഇസ്രായേൽ സൈന്യം. അൽ-ഷിഫ ആശുപത്രിക്ക് ചുറ്റും ഇസ്രായേലി ടാങ്കുകൾ നിലയുറപ്പിച്ചിരിക്കുന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ആശുപത്രിയിൽ നിലവിൽ 159 രോഗികളാണുള്ളത്. ആക്രമണ സാധ്യത ഭയന്ന് ആശുപത്രികളിലേക്കുള്ള പ്രവേശനം പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. ആശുപത്രിയുടെ കെട്ടിടത്തിന് മുകളിലൂടെ ഡ്രോണുകൾ തുടർച്ചയായി പറക്കുന്നതിനാൽ പ്രധാന പ്രവേശന കവാടം അടച്ചിട്ടിരിക്കുകയാണെന്നും അൽ-ഷിഫയിലെ നവജാത ശിശുക്കളുടെ തീവ്രപരിചരണ വിഭാഗം മേധാവി ഡോക്ടർ നാസൻ ബുൾബുൾ പറഞ്ഞു. നുസറൈറ്റ് അഭയാർത്ഥി ക്യാമ്പിൽ തുടർച്ചയായ 2 ആക്രമണങ്ങൾ ഉണ്ടായതിനാൽ ഒരു കുടുംബത്തിലെ 9 പേരും സ്ത്രീകളും കുട്ടികളും അടക്കം 13 പേർ കൊല്ലപ്പെട്ടതായും അൽ അദ്വ ആശുപത്രി അധികൃതർ അറിയിച്ചു. ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ 66,005 പലസ്തീനികൾ കൊല്ലപ്പെട്ടതായും 1,68,162 പേർക്ക് പരിക്കേറ്റതായും ഗാസ ആരോഗ്യ മന്ത്രാലയം കണക്ക് പുറത്തുവിട്ടു. മരിച്ചവരിൽ പകുതിയോളം സ്ത്രീകളും കുട്ടികളുമാണ്. ഐക്യരാഷ്ട്രസഭയും നിരവധി സ്വതന്ത്ര വിദഗ്ധരും ഈ കണക്കുകൾ വിശ്വസനീയമാണെന്നും പറയുന്നു. ഗാസയിലെ വംശഹത്യയെ ലോകരാജ്യങ്ങൾ ശക്തമായി അപലപിക്കുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തിൽ നടന്ന ചർച്ചകളിൽ ഭൂരിഭാഗം രാജ്യങ്ങളും പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാടെടുക്കുകയും ചെയ്തു. US-നെ പോലുള്ള ചില രാജ്യങ്ങൾ മാത്രമാണ് ഇസ്രായേലിനെ പരസ്യമായി പിന്തുണയ്ക്കുന്നത്. ഇത് ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ ചേരിതിരിവിനും കാരണമാകുന്നു. ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടലുകൾക്ക് പുറമെ നിരവധി മാനുഷിക സംഘടനകളും മനുഷ്യാവകാശ പ്രവർത്തകരും ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗാസയിലെ ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ലോകരാജ്യങ്ങൾ കൂടുതൽ ശക്തമായ നിലപാടെടുക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു. സൈനികമായി ഗാസയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും നിയന്ത്രണത്തിലാക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം ഇനിയും കൈവരിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല. ഹമാസ് ഇപ്പോഴും ഗറില്ല യുദ്ധഭൂമികളിലൂടെ പ്രതിരോധം തുടരുകയാണ്. ഇത് ഇസ്രായേലിന് കൂടുതൽ വെല്ലുവിളികളും സൃഷ്ടിക്കുന്നു. ഗാസ നഗരത്തിൽ ഇപ്പോൾ നടക്കുന്ന കരയുദ്ധം കൂടുതൽ രക്തരൂക്ഷിതമാകാൻ സാധ്യതയുണ്ടെന്നും സൈനിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. രാഷ്ട്രീയമായി ഇസ്രായേലിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ വലിയ പ്രതിഷേധങ്ങളും ഉയരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ യുദ്ധ തന്ത്രങ്ങൾക്കെതിരെയും ഹമാസിനെതിരെ ആക്രമണങ്ങളിൽ സൈനികർക്ക് നേരിട്ട നഷ്ടങ്ങളെ ചൊല്ലിയും പ്രതിപക്ഷം വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. രാജ്യത്തിനകത്തെ സമ്മർദ്ദങ്ങൾക്കിടയിലും യുദ്ധം തുടരാനുള്ള സർക്കാരിന്റെ ഈ തീരുമാനം അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിന് കൂടുതൽ ഒറ്റപ്പെടാൻ കാരണമാകുന്നു. ഗാസയിലെ ഈ സംഘർഷം പാലസ്തീൻ ജനതയുടെ ജീവിതത്തെയും ഭാവിയെയും മാത്രമല്ല പശ്ചിമേഷ്യയുടെ മുഴുവൻ ഭാവിയെയും അനിശ്ചിതത്വത്തിലാക്കുന്നു. വെടിനിർത്തൽ നടപ്പാക്കാനുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദം എത്രത്തോളം ഫലപ്രദമാകും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ പ്രതിസന്ധിയുടെ ഭാവി.